ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 15 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 15 ലോട്ടസ് ടെമ്പിൾ. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലുള്ള ഒരു ബഹായി ആരാധനാലയമാണ് ലോട്ടസ് ടെമ്പിൾ. 1986 ഡിസംബറിൽ ഇത് പൂർത്തീകരിച്ചു. താമര പോലുള്ള ആകൃതിയിൽ ശ്രദ്ധേയമായി ഇത് നഗരത്തിലെ ഒരു പ്രധാന ആകർഷണമായി മാറിയിരിക്കുന്നു. ഈ ക്ഷേത്രം നിരവധി വാസ്തുവിദ്യ അവാർഡുകൾ നേടിയിട്ടുണ്ട്. 112.4 അടിയാണ് ഇതിന്റെ ഉയരം. ഈ ടെമ്പിളിന്റെ ശില്പി ഇറാനിയൻ വംശജനായ ഫാരിബോൾസ് സഹ്ബ ആയിരുന്നു. നമ്പർ 14 ബയോഡോ ഇൻ ടെമ്പിൾ. ജപ്പാനിലെ ഒരു ബുദ്ധമത ക്ഷേത്രമാണ് ഇത്. സെൻട്രൽ ഹാളിൽ അമിതാഭ് ബുദ്ധന്റെ ഒരു പ്രതിമയുണ്ട്. ഹാളിന്റെ മേൽക്കൂരയിൽ ജാപ്പനീസ് ഭാഷയിൽ ഹോ എന്നറിയപ്പെടുന്ന ചൈനീസ് ഫിനിക്സിന്റെ പ്രതിമകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വാസ്തുവിദ്യയെ ചൈനീസ് ശൈലിയിലാണ് സ്വാധീനിച്ചിരിക്കുന്നത്. ജപ്പാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ആസ്തികളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. നമ്പർ 13 ബൃഹദീശ്വര ടെമ്പിൾ. മഹാപ്രഭുവിന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നും തമിഴ് വാസ്തുവിദ്യയുടെ ഒരു മാതൃകയുമാണ്. ചോള ചക്രവർത്തിയായ രാജരാജ ഒന്നാമൻ 1003 1010 സിക്കുമിടയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഗ്രേറ്റ് ലിവിംഗ് ചോള ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലത്തിന്റെ ഭാഗമാണ്. നമ്പർ 12 അക്ഷരധാം ടെമ്പിൾ. ഇന്ത്യയിലെ ഡൽഹിയിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രവും ക്യാമ്പസുമാണ് സ്വാമിനാരായണൻ അക്ഷരാർത്ഥം. ഈ ക്ഷേത്ര സമുച്ചയം പരമ്പരാഗതവും ആധുനികവുമായ ഹിന്ദു സംസ്കാരവും വാസ്തുവിദ്യയും പ്രദർശിപ്പിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂ ജേഴ്സിയിലുള്ള അക്ഷർധാമിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഹിന്ദു ക്ഷേത്രമാണ് ഇത്. 2005 നവംബർ 6 ഇതിന്റെ സമർപ്പണം നടന്നത്. നമ്പർ 11 കിങ്കാങ്കുജി. ജപ്പാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സ്വർണ്ണ പവലിയൻ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഇതൊരു ബുദ്ധക്ഷേത്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ക്ഷേത്രം ഒരു ലോക പൈതൃക സ്ഥലം, ദേശീയ ചരിത്ര സ്ഥലം, ഒരു ദേശീയ പ്രത്യേക ഭൂപ്രകൃതി പുരാതന കോട്ടയിലെ 17 ചരിത്ര സ്മാരകങ്ങളിൽ ഒന്ന് എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്നു. ഇതിന്റെ മുകളിലെ 2 നിലകൾ സ്വർണ്ണ ഇലകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. നമ്പർ 10 ഷ്വേഡഗൺ പഗോഡ. ഗോൾഡൻ പഗോഡ എന്നറിയപ്പെടുന്ന ഇത് മ്യാൻമറിലെ യാങ്കോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വർണം പൂശിയ സ്തൂപമാണ്. 325 അടിയാണ് ഇതിന്റെ ഉയരം. മ്യാൻമറിലെ ഏറ്റവും പവിത്രമായ ബുദ്ധമത പഗോഡയാണ് ഇത്. കാരണം ഇപ്പോഴത്തെ 4 മുൻ ബുദ്ധന്മാരുടെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. നമ്പർ 9 ബട്ടു കേവ്സ്. മലേഷ്യയിൽ ചുണ്ണാമ്പുകല്ല് ഗുഹകളുടെ ഒരു ശേഖരമുള്ള 325 മീറ്റർ ഉയരത്തോടെ ഒരു മെഗോട്ട് ആണ് ഇത്. ഗുഹാ സമുച്ചയത്തിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളുമുണ്ട്. അവയിൽ ഏറ്റവും പ്രചാരമുള്ളത് മുരുകന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ പ്രതിമകളിൽ ഒന്നായ 141 അടി ഉയരമുള്ള മുരുകൻ പ്രതിമ ഇവിടെയുണ്ട്. നമ്പർ 8 ശ്രീ രംഗനാഥസ്വാമി ടെമ്പിൾ. തമിഴ്നാട്ടിലെ ശ്രീരംഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതിന്റെ അതുല്യമായ പ്രത്യേകത ഇതിനുണ്ട്. ശ്രീരംഗം ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ മതസമുച്ചയമായി നിലകൊള്ളുന്നു. ഏകദേശം 240 അടി ഉയരമുള്ള പുറംഗോപുരമാണ് പുതിയതായി ക്ഷേത്രത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. നമ്പർ 7 വാട്ട് റോങ് കൂൻ. തായ്ലാന്റിലെ ഒരു ബുദ്ധ ക്ഷേത്രമാണ് ഇത്. തായ്ലാന്റുകാരും വിദേശികളുമായി നിരവധി സന്ദർശകരെ ഇത് ആകർഷിക്കുന്നു. 1997 ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്യുകയും സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ക്ഷേത്രം ദൂരെ നിന്ന് നോക്കുമ്പോൾ തിളങ്ങുന്ന പോർസ്ലൈൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തോന്നും. സുതാര്യമായ കണ്ണാടി ചിപ്പുകളുടെ മിശ്രിതമാണ് ഇതിലുള്ളത്. നമ്പർ 6 മീനാക്ഷി അമ്മൻ ടെമ്പിൾ. തമിഴ്നാട്ടിൽ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രമാണ് ഇത്. പാർവതിയുടെ ഒരു രൂപമായ മീനാക്ഷിക്കും അവളുടെ ഭർത്താവായ സുന്ദരേശ്വരനും സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ക്ഷേത്രം. 57 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്ര സമുച്ചയം നിരവധി കേന്ദ്രീകൃത ചുറ്റുമതിലുകൾക്കുള്ളിൽ സ്മാരകങ്ങൾ നിലകൊള്ളുന്നു. 472 അടിയാണ് ഇതിന്റെ ഉയരം. നമ്പർ 5 പ്രംബനൻ ടെമ്പിൾ. ഇന്തോനേഷ്യയിൽ 9ാം നൂറ്റാണ്ടിലെ ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രം സൃഷ്ടാവ്, സംരക്ഷകൻ, സംഹാരകൻ എന്നീ നിലകളിൽ ദൈവത്തിന്റെ ആവിഷ്കാരമായ ത്രിമൂർത്തികൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഈ ക്ഷേത്ര സമുച്ചയം ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രവും അങ്കോർ വാട്ടിനു ശേഷം തെക്കുകിഴക്കൻ ഏഷ്യയിലെ 2ാമത്തെ വലിയ ക്ഷേത്ര സ്ഥലവുമാണ്. നമ്പർ 4 ദ ഗോൾഡൻ ടെമ്പിൾ. ഇന്ത്യയിലെ പഞ്ചാബിലെ അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുരുദ്വാരയാണ് സുവർണ ക്ഷേത്രം. ഇത് സിഖ് മതത്തിന്റെ ആത്മീയ കേന്ദ്രമാണ്. 1830 ശ്രീകോവിൽ സ്വർണ്ണ തകിട് കൊണ്ട് പൊതിഞ്ഞു. ഇത് സുവർണ ക്ഷേത്രം എന്ന പേരിന് കാരണമായി. എല്ലാ ജീവിത തുറകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നുമുള്ള എല്ലാ ആളുകൾക്കും ആരാധനയ്ക്കായി ഒരു തുറന്ന ഭവനമാണ് ഈ സുവർണ ക്ഷേത്രം. നമ്പർ 3 പാരോ ടക്സാം. ഭൂട്ടാനിലെ മുകളിലെ പാരോ താഴ്വരയുടെ മലഞ്ചെരിവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ വജ്രയാന ഹിമാലയൻ ബുദ്ധമത കേന്ദ്രമാണ് ഇത്. ചരിത്രപരമായി ടിബറ്റിലെ 13 കടുവയുടെ കൂട് ഗുഹകളിൽ ഒന്നാണിത്. അവിടെ പത്മസംഭവൻ വജ്രയാനം പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു.
കടുവയുടെ കൂടെ എന്നത് ഇതിന്റെ മറ്റൊരു പേരാണ്. ടിബറ്റൻ ഭാഗമായിരുന്ന ഭൂട്ടാനിലേക്ക് വജ്രയാന ബുദ്ധമതം പരിചയപ്പെടുത്തിയതിൽ ഒരു പങ്ക് ഇതിനുണ്ട്. നമ്പർ 2, ബോറോബുദ്ധ. 9ാം നൂറ്റാണ്ടിലെ മഖേലാൻ ബുദ്ധക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ബുദ്ധക്ഷേത്രമാണ് ഇത്. ചാരനിറത്തിലുള്ള ആൻഡസൈറ്റ് പോലുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം 6 ചതുരാകൃതിയിലുള്ളതും 3 വൃത്താകൃതിയിലുള്ളതുമായ 9 പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് അടുക്കി ഭംഗിയാക്കിയിരിക്കുന്നു. നമ്പർ 1, അങ്കോർ. ഒരു ഥേരവാദ ബുദ്ധമത ക്ഷേത്ര സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ മതസമുച്ചയവുമാണ് ഇത്. പുരാതന സ്ഥലമായ അങ്കോറിനുള്ളിൽ 162.6 ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ഗമത് രാജാവായ സൂര്യവർമ്മൻ രണ്ടാമന്റെ ഭരണകാലത്ത് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമായി 1113നും 1150നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.